NSS നടപടിക്കെതിരെ KB ഗണേഷ് കുമാർ. പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടതിലാണ് വിമർശനം. നടപടിയിൽ ജനാധിപത്യ ദംശനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു ദിവസം രാവിലെ മാറ്റിയാൽ തനിക്ക് ഒന്നുമില്ല. താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടതിന് പിന്നിൽ യൂണിയന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള നീക്കമാണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. അതേസമയം ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച NSS അംഗങ്ങൾക്കെതിരെ കേസെടുത്ത നടപടിയിൽ ജനം TVയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഗണേഷ് തയ്യാറായില്ല. തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ. എന്നെ ഒരു ദിവസം രാവിലെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എനിക്കെന്താ, ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആളല്ലേ, ഒരു കലാകാരൻ. എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഒരുപക്ഷെ ഈ പിണറായി സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജിവെച്ച് പുറത്തു പോയി കണ്ടൊരു സാഹചര്യം തന്നെ ഉണ്ടായേനെ. അപ്പോൾ അത്തരം ഒരു താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയും ഉണ്ടായിരിക്കുന്നത്. അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാനാണ് ഈ ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്? ഒരു ആരോപണത്തിന് പിന്നാലെ തന്നെയാണ് മറ്റൊരു നടപടി, അതായത് NSSൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ NSSൻ്റെ നടപടിയെ ഗണേഷ് കുമാർ കാണുന്നത്, അതായത് തനിക്കിതൊന്നുമല്ല എന്നുള്ള രീതിയിലാണ്. താനൊരു മന്ത്രിയാണ്, NSSൻ്റെ പ്രസിഡന്റ് സ്ഥാനം പോയാലും തനിക്ക് ഒന്നും സംഭവിക്കാനില്ല, താൻ എല്ലാ മതങ്ങളോടും ഒപ്പമാണ്, അവരുടെയൊക്കെ കാര്യങ്ങളിൽ പങ്കെടുക്കും. അതായത് ജനിച്ചപ്പോൾ മുതൽ തന്നെ പണം കണ്ട് വളർന്നവനാണ് താൻ. അതുകൊണ്ട് ഈ പണത്തിൻ്റെ കാര്യത്തിലൊന്നും തനിക്ക് വലിയ താലൂക്ക് യൂണിയനിലുണ്ടായിരുന്നവർ ചതിയന്മാരാണ് എന്നതിന് പിന്നിൽ രാഷ്ട്രാധിപത്യ ധ്വംസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുല്യനാണ് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടാകുന്നത്. ഈ 10 പേരും ഒരു കൂട്ടായ പദ്ധതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇത് തനിക്കെതിരെ നേരത്തെ തന്നെ നടന്നു വന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ നടപടി എന്നുള്ളതാണ് ഗണേഷ് കുമാർ പറയുന്നത്. എന്തായാലും ഈ പത്തനാപുരം യൂണിയനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികളാണ് ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്നത്. പിന്നാലെയാണ് NSS ഇത്തരം ഈ പ്രവർത്തനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ മനോജ് തുടരുക. കാരണം മനോജ് ചോദിച്ച ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച NSS അംഗങ്ങൾക്ക് മറുപടി നിയമത്തിൻ്റെ വഴിയാണ്, അത് കോടതിയാണ് കോടതി തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്നത് അവരെ കേസ് കോടതി തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്നത് അവരെ കേസ് ചെയ്തത് ശബരിമലത്തെ ജനങ്ങൾ അത് വെച്ചാൽ അത് കൈവച്ചാൽ ഇല്ല, അതൊക്കെ അത് ഒഴിവായി കൊള്ളേണ്ട കുറ്റജനങ്ങൾ അത് വെച്ചാൽ അത് കൈവച്ചാൽ ഇല്ല, അതൊക്കെ അത് ഒഴിവായി കൊള്ളേണ്ട കുറ്റം ചെയ്യാത്തവർ ഒഴിയും. അതാണ് മനോജ് തുടരുന്നുണ്ട്. മനോജ്, പ്രശ്നം വെച്ചാൽ ഈ സുഖപ്പീര് ഈ നമ്മുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഗണേഷ് കുമാർ പറയുന്നത്? എന്നാണ് ഗണേഷ് കുമാർ. അതേസമയം തന്നെയാണ് സ്വീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഗണേഷ് കുമാർ സ്വീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ പൊതുമുതൽ NSS അംഗങ്ങൾ അക്രമം നടത്തുന്നു അറിയാം, അല്ലെങ്കിൽ ആ രീതി തോന്നിയിട്ടില്ല. എനിക്ക് അന്ന് യുവതീ പ്രവേശനം നടന്ന സമയം കൊണ്ടാണോ ഇത്തരത്തിലൊരു തീരുമാനിക്കുകയാണ് ശബരിമലയിൽ നടന്നുണ്ട്. ആ പൊതുജന വികാരം തെറ്റിദ്ധരുത്തൽ തീരുമാനിക്കുകയാണ് ശബരിമലയിൽ നടന്നുണ്ട്. ആ പൊതുജന വികാരം തെറ്റിദ്ധരുത്തലാണിത് കണ്ടുകൊണ്ടല്ല എന്നുള്ളതാണ് ദൈവവിശ്വാസിയും കമ്മ്യൂണിസ്റ്റുകാർക്ക് അക്രമം നടത്തിയവർക്കെതിരെ അമ്മമാർക്കെതിരെയൊക്കെ കേസെടുത്ത ഒരുപാട് പേരുണ്ട്. നിലവിലെ ഒരു അടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മന്ത്രി വരുന്ന തെരഞ്ഞെടുപ്പിൽ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രീതിപ്പെടുത്തൽ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത്.